വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ലെസൻ്റെ 6ാമത്തെ പാർട്ട്. ഇതിനു മുമ്പ് 5 പാർട്ടുകളിൽ നമ്മളിതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ അത് ആദ്യം കാണണം. ഈ പാഠത്തിൻ്റെ പേര് പാപ്പ ഖോഗേ എന്നാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള പാർട്ടിൽ നമ്മൾ നിർത്തിയത് ഈ ലാസ്റ്റ് സ്ലൈഡിലായിരുന്നു. ലടുക്കി പെൺകുട്ടി പറയണം അപ്പോൾ ഹം ഖേലെ, അപ്പോൾ പറയുന്നു നമുക്കിനി കളിക്കാം. അപ്പോൾ എന്നിട്ട് അവർ കളിക്കുകയാണ്, ഡാൻസ് കളിക്കുക. അപ്പോൾ പെൺകുട്ടി പറയുന്നു ഞാൻ ഡാൻസ് കളിച്ച് കാണിക്കാം, എൻ്റെ മമ്മിയാണ് എന്നെ പഠിപ്പിച്ചത് ഡാൻസ് കളിക്കാൻ, ഞാനത് നിങ്ങളെ ഡാൻസ് കളിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി പറയുന്നു, ഈ ഇലക്ട്രിക് പോസ്റ്റും കാക്കയും മരവും ഒക്കെ പറയും ആ ആ എന്നാൽ നീ ഡാൻസ് കളിച്ച് ഞങ്ങളെ കാണിക്കുക. എന്നിട്ട് ഈ പെൺകുട്ടി ഡാൻസ് കളിക്കുന്ന ആ ഒരു രംഗത്തിലായിരുന്നു നമ്മൾ നിർത്തിയത്. നമുക്ക് അടുത്ത സ്ലൈഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പേട് മരം പറയുന്നു ഖംബേസെ ധീരസെ, ആ ഇലക്ട്രിക് പോസ്റ്റിനോട് മെല്ലെ പറയണം തോടി ദേർമേ വോ ഭി ആ ജായേഗ, കുറച്ച് സമയത്തിനുള്ളിൽ അയാളും വരും, അയാൾ വരും ഇങ്ങോട്ട്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ചോദിക്കുന്നു ഖംബ കോൻ, ആര്? അപ്പോൾ പേട് മരം പറയുന്നു വഹി ദുഷ്ട ആദ്മി വഹ് ബच्चे ഉഠാനെ വാല, അയാൾ ആ ദുഷ്ടൻ, പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്ന ആ മനുഷ്യൻ. ബच्चे ഉഠാനെ വാല എന്ന് പറഞ്ഞാൽ പിള്ളേരെ പിടുത്തക്കാരൻ, അയാൾ വരും. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് പറയാണ് ഖംബ സച്മുച്ച്, ശരിക്കും? കൊവ്വേസെ ഈ കാക്കയോട് പറയാണ് ഉസ്കെ ആനെ കെ വക്ത് ഹോ ഗയ, അയാൾ വരാനുള്ള സമയമായി. അയാൾ ഭക്ഷണം കഴിക്കാൻ പോയതാണ്, ഈ കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കട്ടെ, വിശക്കുന്നു എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഭക്ഷണം കഴിച്ച് വരാനുള്ള സമയമായി. അപ്പോൾ കാക്ക പറയാണ് കിസ്കേ, പറയണ ആര്? ഖംബ പറയാണ് ഇലക്ട്രിക് പോസ്റ്റ് പറയാണ് ഉസ് ബच्चे ഉഠാനെ വാലേക്കാ, ആ കുട്ടികളെ പിടിക്കുന്ന ആളുടെ, അയാളാണ് വരാൻ പോകുന്നത്, അയാൾ വരാൻ സമയമായി. ഇസേ അഭി ലേ ജായേഗാവോ, ഇസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പെൺകുട്ടിയെ ഇപ്പോൾ അയാൾ വന്ന് കൊണ്ടുപോകും. ലേ ജായേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകും അയാൾ. അപ്പോൾ ലെറ്റർ ബോക്സ് പറയണത് ബാപ്പരേ, അയ്യോ, തബ്ഫിർ, അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ എന്താ? അപ്പോൾ പേട് പറയുന്നു, നമ്മുടെ മരം പറയാണ് ക്യാ കിയാ ജായേ, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് പറയുന്നു കുസ്തോ കർണ ഹി പടേഗ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടി തന്നെ വരും, ചെയ്യണം നമുക്ക് എന്തെങ്കിലും. അപ്പോൾ എന്നിട്ട് മരം പറയുന്നു ലേക്കിൻ ക്യാ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ പോസ്റ്റർ पर बनी नाचने वाली आती है, അപ്പോൾ സിനിമ പോസ്റ്ററിലുള്ള ഡാൻസ് കളിക്കുന്ന ആ സ്ത്രീ വരുന്നു. ലड़की और वो दोनों मिलकर नाचने लगती है. അപ്പോൾ ഈ പെൺകുട്ടി ഡാൻസ് കളിക്കുക തന്നെയാണ്. അപ്പോൾ ഈ പെൺകുട്ടീൻ്റെ കൂടെ ആ ഡാൻസുകാരിയും ആ പോസ്റ്ററിലെ ഡാൻസുകാരിയും കൂടി വന്ന് രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നു. സബി ദാദ് ദേത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രശംസിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നാച്ച് ഖൂബ് രംഗ് മേ ആത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ്. സഭി ഭാഗ് ലേത്തെ ഹെ, എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു. പർ ബീച്ച് മേ ഹി ഏക് ദൂസരെ കെ കാൻ മേ കുച്ച് ഫുസ്ഫുസാത്തെ ഹെ, അപ്പോൾ ബീച്ച് മേ ഹി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് തന്നെ ഏക് ദൂസരെ കാൻ മേ, ഒരാൾ മറ്റൊരാളുടെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫുസ്ഫുസാത്തെ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സ്വകാര്യം പറയുന്നു. പുനഃ നാച്തെ ഹെ, വീണ്ടും അവർ ഡാൻസ് കളിക്കുന്നു. ദാദ് ദേത്തെ ഹെ, പ്രശംസിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവരെയും. തബി വോ ദുഷ്ട ആദ്മി ആത്താ ഹെ, അപ്പോഴാണ് ആ ദുഷ്ടനായ മനുഷ്യൻ, ഈ പിള്ളേരെ പിടുത്തക്കാരൻ വരുന്നത്. ഇപ്പോൾ പിള്ളേരെ പിടുത്തക്കാരൻ വരുന്നു. ദേഖ്തേ ഹി സബ് നിസ്തബ്ദ്, അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അനങ്ങാതെ നിന്നു. നാച്നെ വാലി പോസ്റ്റർ കെ ബീച്ച് ജാ ഖടി ഹോത്തി ഹെ, നാച്നെ വാലി എന്ത് ചെയ്യുന്നു? ആ പോസ്റ്ററിൽ എവിടെയായിരുന്നു അവിടെ തന്നെ പോയിട്ട് നിൽക്കുന്നു, ആ പോസ്റ്ററിൽ കയറി നിൽക്കുന്നു. പിന്നെ സഭി अपने अपनी जगह पर और वो लड़की घबराकर पेड़ के पीछे दुबक जाती है.
അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി നിന്നു. വല്ലടിക്ക് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, ഖബറാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് പേടിക്ക് പീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ പുറകിൽ ദുബക് ജാത്തി എന്ന് പറഞ്ഞാൽ ഒളിക്കുന്നു. അപ്പോൾ ആദ്മി ആ കുട്ടികളെ പിടുത്തക്കാരൻ പറയാണ്, മൂച്ചോ പർ ഹാത്ത് ഫേർക്കർ ഡക്കാർ ലേത്ത ഹൈ. മൂച്ചോ പർ ഹാത്ത് ഫേർക്കർ എന്ന് പറഞ്ഞാൽ മീശയിലൊന്ന് തലോടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡക്കാർ ലേത്ത ഹൈ. ഡക്കാർ ലേത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏമ്പക്കം പെടുന്നു, വയറ് നിറഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥമാണ്. വാ പേട്ട് ഭർ ഖാലിയ. പേട്ട് ഭർ ഖാലിയ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിച്ചു ഞാൻ. അപ്പോൾ ആകെ ചലാ ജായേ, ഇനി നമുക്ക് മുമ്പിലോട്ട് പോവാം. അപ്പം ലടുക്കി ജഹാ സോ രഹി ഥി വഹാ ദേഖ്തേ ഹൈ. ആ പെൺകുട്ടി എവിടെയാണോ ഉറങ്ങാനായിട്ട് കിടത്തിയിരുന്നത് അവിടെ നോക്കുന്നു അയാൾ. ഫിർ സിർഫ് കോട്ട് ഹി വഹാ ദിഖായി പെടുത്താ ഹൈ. അവിടെ അയാൾ പുതപ്പിച്ച് കിടത്തിയ അയാളുടെ കോട്ട് മാത്രമേ ഉള്ളൂ. ഉസ്ക ചേര ബദൽ ജാത്ത ഹൈ. അപ്പോൾ അയാളുടെ മുഖഭാവങ്ങളെല്ലാം മാറുന്നു. കഹാ ഗയി, എവിടെ പോയി ആ പെൺകുട്ടി? കഹാ ഗയി വോ ചോക്കരി, ആ പെൺകുട്ടി എവിടെ പോയി? മേ ചോടുങ്ക നഹി ഉസേ, ഞാൻ വിടില്ല അവളെ. അഭി പകട് കെ ലാത്ത ഹൂം, ഇപ്പം ഞാൻ പിടിച്ചിട്ട് വരാം. മുझे ചക്മാ ദേത്തി ഹെ, എന്നെ പറ്റിക്കുന്നു എന്ന് ആ ദുഷ്ടനായ മനുഷ്യൻ പിള്ളേർ പ്രത്തുകാരൻ പറയുന്നു. ഡൂണ്ട്നെ ലഗ്താ ഹെ, അയാൾ എന്ത് ചെയ്യും? ഡൂണ്ട്നെ ലഗ്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയാൻ തുടങ്ങി. പേട് ഖമ്പ ലെറ്റർ ബോക്സ് പോസ്റ്റർ इन सब के बीचों बीच लपक छपक कर लड़की ബച്നെ കാ പ്രയത്നം കർത്തി ഹെ. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, ഈ കുറച്ച് നേരം ഈ മരത്തിൻ്റെ പുറകിൽ, പിന്നെ ഈ ലെറ്റർ ബോക്സിൻ്റെ പുറകിൽ, ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പുറകിൽ, പോസ്റ്ററിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ ഒളിച്ച് ഈ പെൺകുട്ടിയും അയാളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രയാസപ്പെടുന്നു. അപ്പം ഓർ വഹ ദുഷ്ട ആദ്മി പീച്ചെ ആ ദുഷ്ട ആദ്മി, ആ പിള്ളേരെപ്പെടുത്തുകാരൻ ഈ പെൺകുട്ടീൻ്റെ പുറകെ ഓടുന്നു. ആ പെൺകുട്ടി ഓരോ സ്ഥലത്തു നിന്നും മാറി ഒളിച്ച് കളിക്കുന്നു. എന്നിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. ഹോത്തെ സഭി വസ്തുവോ സരക്തെ ഉസ്കെ രാസ്തേ ആനെ ലഗ്തേ ഹെ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഈ ലെറ്റർ ബോക്സും മരവും കൊവ്വയും ഈ കാക്കയും ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ സിറക്തെ എന്ന് പറഞ്ഞാൽ നിരങ്ങി ഇയാളുടെ ഈ പിള്ളേരെപ്പെടുത്തുകാരൻ്റെ രാസ്തേമേ ആനയെ ലഗ്തി ഹെ. രാസ്തേമേ എന്ന് പറഞ്ഞാൽ അയാൾ എവിടെ പോകുന്നു അതിൻ്റെ ഇടയിൽ അയാളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. ഉസ് ഛോട്ടി ലഡ്കി കാ സംരക്ഷൺ കർണേ ലഗ്തി ഹെ. ആ ചെറിയ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് അവരും ശ്രമിക്കാൻ തുടങ്ങി. ധീരെ ധീരെ ഈ സാരെ ക്രമ കാ വേഗ് ബഡ്നെ ലഗ്താ ഹെ. അപ്പോൾ ഇയാൾ പെൺകുട്ടി ഓടുന്നു, അതിൻ്റെ പിന്നാലെ ഇയാൾ ഓടുന്നു. ഇയാളുടെ ഇടയിൽ ഈ മരങ്ങളും അതും ഇതൊക്കെ വന്ന് അയാളെ തടയാൻ ശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാം സ്പീഡ് കൂടുന്നു. വേഗ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ബഡ്നെ ലഗ്താ ഹെ. ജैसे ढोलक या तबले की ताल भी मिलती है. അപ്പോൾ ഒരു ഢോലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ട അല്ലെങ്കിൽ തബലയുടെ ഒരു താളം പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ലഡ്കി കിസി ഭി തരഹ ഉസ് ദുഷ്ട ആദ്മിക്ക് ഹാത്ത് നഹി ലഗ്തി. അപ്പോൾ ഈ പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ട് ഇയാളുടെ കയ്യിൽ ഇയാളെ അതായത് പിടിക്കാനായിട്ട് ചാൻസ് കൊടുക്കുന്നേ ഇല്ല. പെൺകുട്ടിയും മാറി കളിക്കുന്നു, അല്ലെങ്കിൽ മാറി പോകുന്നു. തബി ഏക്ദം സെ കൗവ ചില്ലാത്ത ഹെ. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഈ കാക്ക നിലവിളിക്കുന്നു. ചില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കുക. എന്താ നിലവിളിക്കുന്നു? ഭൂതം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്. പീച്ചെ പേട് കമ്പ ലെറ്റർ ബോക്സ് നാച്ചത്തെ ഹുയെ ചില്ലാനെ ലഗ്താ ഹെ. അതിൻ്റെ പുറകെ ഈ മരവും ഇലക്ട്രിക് പോസ്റ്റും ലെറ്റർ ബോക്സും ഒക്കെ ഡാൻസ് കളിച്ചുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്തെന്ന് എല്ലാവരും എന്താ പറയുന്നത്? ഭൂത്. പേട് ഖമ്പ ലെറ്റർ ബോക്സ് എല്ലാവരും പറയുന്നു ഭൂത്. तीनों और ज़्यादा जोर से चिल्लाते चीखते हैं. അപ്പോൾ ഇവരെല്ലാവരും വീണ്ടും ഉറക്കെ വിളിച്ച് ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. ഇസിക്ക്
साथ भूत भूत करता वह दुष्ट आदमी ഘബറാക്കർ ഭാഗ് നിക്കൽത്താ ഹെ. അപ്പോൾ ഈ ഭൂത് ഭൂത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ആ ദുഷ്ട മനുഷ്യൻ പേടിച്ചിട്ട് ഭാഗ് നിക്കൽത്താ ഹെ. ഭാഗ് നിക്കൽത്താ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സഭി പേട് പർ ഹാത്ത് രഖെ ജി ഭർക്കർ ഹസ്തേ ഹെ. അപ്പോൾ അവർ വയറ്റിൽ കൈവച്ചുകൊണ്ട് അയാൾ ഓടിപ്പോകുന്നത് കണ്ടപ്പം അവരെല്ലാവരും ചിരിക്കുന്നു, വളരെ അധികം സന്തോഷത്തോടെ ചിരിക്കുന്നു. അപ്പോൾ ഖമ്പ ഇലക്ട്രിക് പോസ്റ്റ് പറഞ്ഞ മജ ആകിയ, വളരെ നന്നായി. അപ്പോൾ ഈ കാക്ക പറയണത് ഖൂബ് ബദൂഡായി. അപ്പോൾ അയാളെ ശരിക്കും പേടിപ്പിച്ചു. അപ്പോൾ മരം പറയാണ് ക്യോ ഉഠാക്കർ ലായാ ഥാ ബച്ചിക്കോ, എന്തിനാണ് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നത് അയാൾ? ബട ആയ ബച്ചെ ചുരാക്കർ ഭാഗ്നെ വാല. അപ്പോൾ വലിയ പിള്ളേരെ പഠിത്തക്കാരൻ വന്നിരിക്കുന്നു. അച്ചി ഖാതിർ കി ഉസ്കി, വളരെ നന്നായി അയാളെ ട്രീറ്റ് ചെയ്തു നമ്മൾ, വളരെ നന്നായിട്ട് അയാൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു. എന്നിട്ട് അങ്ങനെ മരം പറയുന്നു. അപ്പോൾ ലെറ്റർ ബോക്സ് പറയുന്നത് അച്ചി നാക്ക് കട്ടി ദുഷ്ടിക്ക്, അയാൾക്ക് നന്നായി പോയി. എന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റ് പറഞ്ഞു അരേ പർ വോ കഹാ ഹെ, പക്ഷേ അവളെവിടെ? അപ്പോൾ ഈ നമ്മുടെ കാക്ക ചോദിക്കുന്നത് വോ കോൻ, ആര്? അപ്പോൾ മരം പറയുന്നു കോൻ. അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് പറയണത് വോ ചോട്ടി ലടുക്കി അപ്പനി, ആ ചെറിയ പെൺകുട്ടി, നമ്മുടെ ആ ചെറിയ പെൺകുട്ടി എവിടെയാ? അപ്പോൾ ലെറ്റർ ബോക്സ് പറയുന്നു അരേ വോ കഹാൻ ഗയി, അവളെവിടെ പോയി? അപ്പോൾ മരം പറയുന്നു കോൻ. മരം പറയാണ് കോൻ. കാക്ക പറയുന്നു ദേഖ്തേ ഹെ, നമുക്ക് നോക്കാം, എന്നാൽ നോക്കാം നമുക്ക്. ഇധർ ഉധർ ദേഖ്തേ ഹെ. അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നു. പർ ലടുക്കി കഹീ പതാ നഹീ, പക്ഷേ ലടുക്കി ആ പെൺകുട്ടിയെ എവിടെയും കണ്ടില്ല. പതാ നഹീ എന്ന് പറഞ്ഞാൽ കണ്ടില്ല. സഭി ചിന്താഗ്രസ്ത്, എല്ലാവർക്കും പേടിയായി. അപ്പോൾ ഖമ്പ ഇലക്ട്രിക് പോസ്റ്റ് പറയണത് കഹാ ഗയി കഹാ, എവിടെ പോയി അവൾ? അപ്പോൾ കാക്ക പറയുന്നു യഹി തോ ഥി, ഇവിടെ തന്നെ ആയിരുന്നല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മരം പറയുന്നു കഹീൻ നീ മിൽ റഹി, എവിടെയും അവളെ കാണുന്നില്ല. അപ്പോൾ ലെറ്റർ ബോക്സ് പറയുന്നു ഉഠാക്കർ തോ നഹി ലേ ഗയാ ബച്ചിക്കോ ബദ്മാഷ്, ആ ബദ്മാഷ് അല്ലെങ്കിൽ ആ ദുഷ്ടൻ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയൊന്നുമില്ലല്ലോ. അപ്പോൾ ഫിർസെ ഡൂണ്ട്തേ ഹെ, പിന്നെയും അവർ നോക്കാൻ തുടങ്ങി, പെൺകുട്ടിയെ തിരയാൻ തുടങ്ങി. ഈ ലടുക്കി നഹി മിൽത്തി, അപ്പോൾ പെൺകുട്ടിയെ കിട്ടുന്നില്ല. സഭി ഘബരായെ ഹുയെ ഹെ, എല്ലാവർക്കും പേടിയായി. പോസ്റ്റർ पर बनी नाचने वाली भी जहाँ की तहाँ उसी ഭംഗിമ में बैठी है. ഈ പോസ്റ്ററിലുള്ള ആ ഡാൻസ് കളിക്കുന്നവൾ മാത്രം എങ്ങനെയായിരുന്നോ അങ്ങനെ അതേ മുദ്രയിൽ തന്നെ, അതേ പോസിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ കാക്ക പറയണത് നിരാശയോടെ കാക്ക പറയണത് നഹി ഭായി കഹീ ദിഖായി നീ ദേത്തി, എവിടെയും അവളെ കാണാനില്ല. അപ്പോൾ മരം പറയുന്നു മുझे तो लगता है बहुत करके वही ले गया होगा उसे, അവൻ തന്നെ, ആ ദുഷ്ടൻ തന്നെ, ആ പിള്ളേരെ പിടിക്കുന്ന ദുഷ്ടൻ തന്നെ അവളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ലെറ്റർ ബോക്സ് പറയണത് കിത്തിനി പ്യാരി ബച്ചി ധീരെ, എത്ര നല്ല കുട്ടിയായിരുന്നു. കിത്തിനി പ്യാരി, നല്ല കുട്ടിയായിരുന്നു അവൾ. അപ്പോൾ ഖമ്പ ഇലക്ട്രിക് പോസ്റ്റ് പറയണത് ഓർ സ്വഭാവ് കിത്ന അച്ഛാ താ ഉസ്ക, അവളുടെ സ്വഭാവം എത്ര നല്ലതായിരുന്നു, എത്ര നല്ല കുട്ടിയായിരുന്നു അവളെന്നോ പറയുന്നവർ. അപ്പോൾ സഭി ശോക്ഗ്രസ്ത് ബൈഠേ, ശോക്ഗ്രസ്ത് എന്ന് പറഞ്ഞാൽ വിഷമത്തോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. സഭി നാച്ചനെ വാലിക്ക് പീछे से तभी नाचने वाली के पीछे से लड़की धीरे से झाँकती है. അപ്പോൾ അപ്പോഴാണ് ഈ നാച്ചനെ വാലി പോസ്റ്ററിലുള്ള ആ ഡാൻസുകാരിയുടെ പുറകിൽ നിന്ന് ആ പെൺകുട്ടി ധീരസെ ജാഗ്തി ഹെ. ധീരസ എന്ന് പറഞ്ഞാൽ മെല്ലെ ഒളിഞ്ഞു നോക്കുന്നു. ജാഗ്ന എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക, മെല്ലെ ഒളിഞ്ഞു നോക്കുകയാണ് ലടുക്കി. അപ്പോൾ പെൺകുട്ടി പറയുകയാണത് ശരാരത്ത് എന്ന് പറഞ്ഞാൽ കുസൃതിയോടെ പറയുകയാണ് മേ യഹാ ഹൂം മുझे പക്കടോ, ഞാനിവിടെയുണ്ട്, എന്നെ പിടിക്കൂ. സഭി ആനന്ദിത് ഹോക്കർ, ആനന്ദിത് എന്ന് പറഞ്ഞാൽ ആനന്ദത്തോടെ ഇധർ ഉധർ ദേഖ്നെ ലഗ്താ ഹെ, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ. ഇസേ
ഉസെ പകടനെ ദോടത്തെ ഹെ, ആ പെൺകുട്ടിയെ പിടിക്കാനായിട്ട് ഓടുന്നു. വോ പകടനെ നെഹി ആത്തെ, ആർക്കും പിടിക്കാൻ കിട്ടുന്നില്ല അവളെ. സബ്കോ ഭഗാത്തി രഹത്തെ, എല്ലാവരും ഓടിപ്പിക്കുകയാണ് അവളെ. സബ് thak ജാത്തെ, എല്ലാവരും ക്ഷീണിച്ചു. thak ജാത്തെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു. ആഖിർ കൗവ ഉസെ പകടത്ത, അവസാനം ഈ കാക്ക അവളെ പിടിക്കുന്നു. കൗവ അപ്പോൾ തപ്സെ പെട്ടെന്ന് തന്നെ പറയണം, കേസെ പകഡ്ലി, നോക്കിയേ ഞാൻ നിന്നെ പിടിച്ചു. അപ്പോൾ ലടുക്കി പെൺകുട്ടി പറയണത്, പർ പെഹലെ കേസെ ഘബറാ ഗയേ ഥേ സബ്, പക്ഷേ നിങ്ങൾ മുമ്പ് എത്ര പേടിച്ചു. മജ്ജ, നന്നായി. താലി ബജാത്തെ, എന്നിട്ട് കൈ കൊട്ടുന്നു. പോസ്റ്റർ പർ ബനി നാച്ചനെ വാലി ഭി താലി ബജാത്തി ഹെ, ആ പോസ്റ്ററിൽ ഉള്ള ഡാൻസ് കളിക്കുന്ന ആ സ്ത്രീയും കൈകൊട്ടുന്നു. ലടുക്കി ഥക്കർ ബാറ്റ് ജാത്തി ഹെ, എന്നിട്ട് പെൺകുട്ടി ക്ഷീണിച്ച്, ഥക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ച് ഇരിക്കുന്നു. ഖൂബ് മജ ആകിയ, എന്നിട്ട് പറയണത് വളരെ രസമായി, വളരെ വളരെ അധികം എൻജോയ് ചെയ്തു. മുझे ജറ സാസ് ലേനെ ദോ, എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യണം. അതിനെയാണ് പറയുന്നത് സാസ് ലേനെ ദോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യണം. മുझे ജറ എന്ന് പറഞ്ഞാൽ കുറച്ച്, സാസ് ലേനെ ദോ അബ് യെ पर मैं बहुत घबरा गई थी उस दुष्ट आदमी से, ഞാൻ ആ ദുഷ്ട മനുഷ്യനെ കണ്ടിട്ട് ഒരുപാട് പേടിച്ചു പോയി. തുമീനെ ബച്ചാലിയ മുझे, നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. മുझे बहुत नींद आ रही है, എനിക്ക് ഒത്തിരി ഉറക്കം വരുന്നു. थक गई ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. ലേട്ത്തി ഹെ, എന്നിട്ട് അവൾ കിടക്കുകയാണ് ആ പെൺകുട്ടി. ബഹുത് थक गई, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. മുझे ഉഠാ ദേന, ഫിർ ഹം മജാ കരേംഗെ, എനിക്ക് നേരം വിളക്കുമ്പോൾ എന്നെ എണിപ്പിക്കാം. ഉഠാ ദേന എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചെണിപ്പിക്കണം, എന്നിട്ട് നമ്മൾക്ക് പിന്നെയും കളിക്കാം, നമുക്ക് പിന്നെയും കളിക്കാം. ബഹുത് थक गई, ഒരുപാട് ഞാൻ ക്ഷീണിച്ചു. മുझे ഉഠാ ദേന, ഫിർ ഹം മജാ കരേംഗെ, പിന്നെയും പറയണം, എന്നെ വിളിക്കണം, നമുക്ക് എണീറ്റിട്ട് കളിക്കാം. ഗഹരി നീന്ത് സോ ജാത്തി ഹെ, ഗഹരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പ് സ്ലീപ്പിൽ ആ പെൺകുട്ടി ഉറങ്ങുകയാണ്. സബ് ഉസെ ദേഖ്തേ ഹുയെ ഖടേ ഹെ പ്യാർ സെ, എല്ലാവരും സ്നേഹത്തോടെ എല്ലാവരും ആ പെൺകുട്ടി ഉറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കാക്ക പറയണത് സോ ഗൈ വെച്ച്, ഉറങ്ങി, പെൺകുട്ടി ഉറങ്ങി. അപ്പോൾ മരം പറയണത് थक गई थी ना बहुत, ഒരുപാട് ഓടിയും അങ്ങനെ ഒരുപാട് ക്ഷീണിച്ചില്ലേ, അതുകൊണ്ടാണ് അവൾ ഉറങ്ങുന്നത്. തബി ഝട്സെ സോകെ, ഝട്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയത്. ഓക്കെ. ലെറ്റർ ബോക്സ് ലड़की പ്രേം സെ थप थपाने लगता है, ലെറ്റർ ബോക്സ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊട്ടിക്കൊടുക്കുന്നു. കൗവ ഉസ്കെ പേർ ദബാത്തെ ഹെ, കാക്ക എന്ത് ചെയ്യുന്നു, ഈ പെൺകുട്ടിയുടെ കാലുകൾ അമർത്തി കൊടുക്കുന്നു. भले इलेक्ट्रिक पोस्ट खंबा थोड़ी देर बाद सुबह हो जाएगी, അപ്പോൾ ഖമ്പ പറയാണ്, ഇലക്ട്രിക് പോസ്റ്റ് പറയണത് थोड़ी देर बाद, കുറച്ച് സമയം കഴിഞ്ഞാൽ രാവിലെ ആവും, നേരം വെളുക്കും. അപ്പോൾ മരം പറയുന്നു, തബ് യെ കഹാ ജാएगी, അപ്പോൾ ഇവൾ എവിടെ പോവും, ഈ പെൺകുട്ടി എവിടെ പോവും. അപ്പോൾ ലെറ്റർ ബോക്സ് പറയുന്നു, ഉസെ അപ്നെ ഘർ കാ പത്താ ഠിക്കാന ഹി നഹി മാലൂം, അവൾക്ക്, ആ പെൺകുട്ടിക്ക് അവളുടെ വീടിൻ്റെ അഡ്രസ്സോ ഒന്നും അറിയില്ല. അപ്നി ഗലി കാ നാം തക് നെഹി ബത്താ സക്തി ഹെ വോ, അപ്പോൾ അവളുടെ വീട് ഏത് ഗലിയിലാണ്, അതായത് ഏത് ഇടവഴിയിലാണ്, റോഡിലാണെന്നൊന്നും അവൾക്ക് അറിയില്ല. ബിചാരിക അപ്പനെ ബാപ് കാ നാം ഭി നെഹി മാലോ, സ്വന്തം പപ്പയുടെ പേര് പോലും അവൾക്കറിയില്ല. ഛോട്ടി ഹേ അഭി, ഇപ്പോൾ അവൾ ചെറുതാണ്, അതുകൊണ്ട് അവൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ ഖമ്പ ഇലക്ട്രിക് പോസ്റ്റ് പറയണത്, തോ ഉസ്കാ ക്യാ ഹോഗ, അവ എന്താവും, എന്ത് ചെയ്യാം. കഹാ ജായകി വോ, അതായത് ഇവള് എവിടെ പോവും. ഇപ്പോൾ ലെറ്റർ ബോക്സ് പറയണത്, സച്ച്മുച്ച് റേ, ശരിക്കും, കഹാ ജായകി, എവിടെ പോവും അവള്. അപ്പോൾ കാക്ക പറയണത്, മേ ബത്താവും, ഞാൻ പറയട്ടെ. അപ്പോൾ സഭി എല്ലാവരും പറയണത്, ക്യാ, എന്താ നീ പറയുന്നത്. അപ്പോൾ കാക്ക പറയണത്, ഹം സബ് മിൽക്കർ കുച്ച് കരേ തോ ഇസ്ക പാപ്പ സെ മിൽവാ സക്തേ ഹെ, നമ്മളെല്ലാവരും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവളുടെ പപ്പയുടെ അടുത്ത് എത്തിക്കാൻ പറ്റും, പപ്പയെ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ പപ്പയുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ സഭി ഉട്ട്കർ, എല്ലാവരും എണീറ്റിട്ട് പറയണത്, കേസെ, എങ്ങനെ.
അപ്പോൾ കൗവ കാക്ക പറയണത് ആസാൻ ഹെ, ഈസിയാണ്. സുബഹ ജബ് ഹോ ജായേ പേട് രാജ. അപ്പോൾ സുബഹ ജബ് ഹോ ജായേ, അപ്പോൾ നേരം നേരം വെളുത്ത് കഴിയുമ്പോൾ ഈ മരത്തിനോട് പറയാണ് എന്ത് ചെയ്യണം. തോ ആപ് അപ്നി ഘനി ഘനി ഛായ ഇസ് പർ കിയേ രഹേ. അപ്പോൾ നിങ്ങൾ ഈ മരത്തിൻ്റെ ഈ ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴൽ ഇവളുടെ മേളിൽ തന്നെ വെക്കണം. വ ആരാം സെ ദേർ തക് സോത്തി രഹേഗി. അപ്പോൾ അവൾ കുറേ നേരം ഉറങ്ങി, അതായത് തണലുള്ളതുകൊണ്ട് ഉറങ്ങിക്കോളും. ഓർ ഖംബെ മഹാരാജ്, ഖംബെ ഈ ഇലക്ട്രിക് പോസ്റ്റ് എന്ത് ചെയ്യണം. ആപ് ജറ ടേഡേ ഹോക്കർ ഖടേ രഹിയെ. അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റിനോട് പറയണത് നീ കുറച്ച് ചെരിഞ്ഞ് നിൽക്കണം, വീഴാറായ പോലെ നിൽക്കണം. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് പറയണത് ഇസ്സേ ക്യാ ഹോഗ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും. അപ്പോൾ കാക്ക പറയുന്നു, കൗവ പറയുന്നു പുലീസ്കോ ലഗേഗ ആക്സിഡൻറ്റ് ഹോ ഗയാ. അപ്പോൾ പോലീസിന് എന്ത് തോന്നും ഇങ്ങനെ വീഴാറായ പോലെ നിൽക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ അവർക്ക് തോന്നും ആക്സിഡൻറ്റ് ഉണ്ടായിന്ന്. വോ യഹാ ആയേഗി. അപ്പോൾ അവർ പോലീസ് എന്ത് ചെയ്യും, ഇവിടെ വരും. ഓർ ഹമാരി ഇസ് ചോട്ടി സഹേലിക്കോ ദേഖേഗി. ഈ പെൺകുട്ടിയെ അവർ നോക്കും. വന്നു കഴിയുമ്പോൾ അവർ കാണും ഈ പെൺകുട്ടിയെ. വോ ലഗായേഗി ഇസ്കെ ഘർ കാ പത. അപ്പോൾ അവർ ഈ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചോളും. പോലീസ് സബ്കെ ഘർ കാ പത മാലൂം കർത്തി. പോലീസിന് എല്ലാവരുടെയും പോലീസിന് വേണമെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാം. ഖോയെ ഹുയെ ബച്ചോ കോ ഉൻകെ ഘർ പहुंचाती है. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കുട്ടികളെയൊക്കെ ഒരു വീട്ടിൽ ഈ പോലീസ് എത്തിച്ചോളും. അങ്ങനെ ഈ കാക്ക പറയുന്നു. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് പറയണത് രഹൂങ്ക മേ ഖടാ ഹോക്കർ ആടാ ഹോക്കർ ഖടാ രഹൂങ്ക. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് പറയണേ ഞാൻ വീഴാറായ പോലെ ചെരിഞ്ഞ് നിന്നോളാം. പർ മാൻ ലോ പോലീസ് നെഹി ആയാത്തോ. പക്ഷേ ചിലപ്പോൾ പോലീസ് വന്നില്ലെങ്കിലോ അപ്പം എന്താവും. അപ്പോൾ കാക്ക പറയണത് മേ ബരാബർ യഹാ ജോർ ജോർ സെ കാവ് കാവ് കർത്താ രഹൂങ്ക. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ജോർ ജോർ സെ വളരെ ഉച്ചത്തിൽ കാവ് കാവ് എന്ന് പറഞ്ഞ് കരയാം. ലോഗോ കാ ധ്യാൻ ഇതർ ഖിച്ചൂങ്ക. എല്ലാവരുടെയും അറ്റൻഷൻ, എല്ലാവരും ഇങ്ങോട്ടും അവരുടെ എല്ലാ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ആകർഷിക്കും. ഉൻകി ചീജോ അപ്നി ചോസ് സെ ഉഠാക്കർ ലാത്താ ജാവുങ്ക. അവരുടെ ഓരോരോ സാധനങ്ങൾ ഞാൻ എൻ്റെ കൊക്ക് കൊണ്ട് കൊത്തിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അവർ ഇങ്ങോട്ട് വരും, അവരെല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ലെറ്റർ ബോക്സ് പറയണത് പർ തബ്ബി കോയി നഹി ആയാത്തോ. എന്നിട്ടും ആരും വന്നില്ലെങ്കിലോ. അപ്പോൾ കാക്ക പറയുന്നു തോ ആപ്കോ ഏക് കാം കർണ പടേഗ ലാൽത്താവു. അപ്പോൾ ലെറ്റർ ബോക്സിനോട് പറയുന്നത് ലാൽത്താവു, നിങ്ങൾക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ലെറ്റർ ബോക്സ് പറയുന്നത് ജറൂർ കറൂങ്ക, ശരി എന്തായാലും ഞാൻ ചെയ്യാം. अपनी अच्छी गुड़िया के लिए तो कुछ भी करूँगा. ഈ നമ്മുടെ നല്ല ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ഞാൻ ചെയ്യും. കുച്ച് ബി കറൂങ്ക എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം. एक बार घर पहुंचा दिया कि सब ठीक हो जाएगा. അപ്പോൾ ഇവൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. അപ്പോൾ ക്യാ കറൂ, എന്താ ഞാൻ ചെയ്യേണ്ടത് പറയും. അപ്പോൾ കാക്ക പറയണത് ആപ്കോ ലിഖ്ന പഠന ആത്താ ഹെ ന. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയില്ലേ. കാൻ മേ ബാത് കർണി ലഗ്താ ഹെ. എന്നിട്ട് ഈ ചെവിയിൽ എന്തോ പറയുകയാണ്. തബി പോസ്റ്റർ पर बनी नाचने वाली गिर पड़ती है. പോസ്റ്ററിലുള്ള ആ ഡാൻസ് കളിക്കുന്നവൾ പിന്നെ വീഴുന്നു. ഗുങ്കുറുവും കി ആവാജ്, ആ ചെലങ്കളുടെ സൗണ്ട് വരുന്നു. പുനഃ ജैसे वो अपनी पहली जैसी भंगिमा बनाकर खड़ी होती है. എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് അവൾ നേരത്തെ നിന്ന ആ പോസിൽ തന്നെ വന്ന് നിൽക്കുന്നു. പിന്നെ ലെറ്റർ ബോക്സ് പറയുന്നു ബീച്ച് മേ ഹി കൗവേസ്. ഇടയ്ക്ക് തന്നെ കാക്കയോട് പറയണത് ഉസ്സേ ക്യാ ഹോഗ. അപ്പോൾ ഈ ലെറ്റർ ബോക്സിൻ്റെ ചെവിയിൽ ഈ കാക്ക എന്തോ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കുകയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, എന്ത് പറ്റും. അപ്പോൾ കൗവ ഉസ്കെ കാൻമേ ഓർ കുച്ച് കേത്താ ഹെ. കാക്ക എന്ത് പറയുന്നു, കാക്ക ഈ ലെറ്റർ ബോക്സിൻ്റെ ചെവിയിൽ എന്തോ പിന്നെയും പറയണം. ലെറ്റർ ബോക്സ് സ്വീകൃതി മേ ഗർദൻ ഹിലാത്താ ഹെ. അപ്പോൾ ലെറ്റർ ബോക്സ് എന്താ പറയുക, സമ്മതിച്ചുകൊണ്ട് ലെറ്റർ ബോക്സ് അതിൻ്റെ തലയാട്ടുകയാണ്. അന്ധേര, രാത്രിയാണ്. കുച്ച് ദേർ ബാദ് ഉജാല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഉജാല വരും. ഉജാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം, ഇതിൽ നേരം വെളുക്കും.
സുബഹ ഹോത്തി ഹെ, എന്നിട്ട് രാവിലെ നേരം വെളുക്കുന്നു. ഖംബ അപ്നി ജഗ പർ ടേഡ ഹോക്കർ ഖടാ ഹെ, ആ ഇലക്ട്രിക് പോസ്റ്റ് അതിൻ്റെ സ്ഥലത്ത് ചെരിഞ്ഞ് നിൽക്കുകയാണ്. പേട് സോയി ഹുയി ലड़की पर झुककर अपनी छाया किए हुए हैं. അപ്പം മരം എന്താ ചെയ്യണത്? കുനിഞ്ഞ് ഉറങ്ങുന്ന ആ പെൺകുട്ടിയുടെ മുകളിൽ ഇങ്ങനെ നിഴലായിട്ട് നിൽക്കുകയാണ്, തണലായിട്ട് നിൽക്കുകയാണ്. കൗവേ കാവ് കാവ് ജോർ സെ സുനായി ദേ രഹി ഹെ. കൗവേക്ക് കാവ് കാവ്, കാക്ക കാവ് കാവ് എന്ന് പറഞ്ഞിട്ട് ജോർ സെ ഉച്ചത്തിൽ കരയുന്നുണ്ട്. അതെല്ലാവർക്കും കേൾക്കാം. और सिनेमा के पोस्टर पर बड़े बड़े अक्षरों में लिखा है. ആ സിനിമ പോസ്റ്ററിൽ വലിയ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? പാപ്പാ ഖോ ഗയേ, പാപ്പാ ഖോ ഗയേ, ഖോ ഗയേ ഹേ. അതായത് പാപ്പയെ കാണാനില്ല, ഈ പെൺകുട്ടിയുടെ പാപ്പയെ കാണാനില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പോസ്റ്റർ पर बनी नाचने वाली की इससे मेल ഖാനെ വാലി ഭംഗിമ. അപ്പോൾ ഇതിനനുസരിച്ച് ആ ഒരു പോസ്റ്റിലാണ് ആ പോസ്റ്ററിൽ നിൽക്കുന്ന ഡാൻസുകാരിയും അങ്ങനെ ഒരു മുദ്രയിലാണ് നിൽക്കുന്നത്. ലെറ്റർ ബോക്സ് ധീരെ സെ സരക്താ ഹുവ പ്രേക്ഷകോ കി ഓർ ആത്താ ഹെ. ലെറ്റർ ബോക്സ് എന്തെങ്കിലും നിഴഞ്ഞ് പ്രേക്ഷകരുടെ, ഇത് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ പ്രേക്ഷകരുണ്ട് അത് കാണാനായിട്ട്. ആ പ്രേക്ഷകരോട് അവരുടെ മുമ്പിലോട്ട് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വന്നു. എന്നിട്ട് ലെറ്റർ ബോക്സ് പറയണത് അതായത് ഷൂ എന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറയണത് ലാൽ താവു ബോൽ റാം. ലാൽ താവു എന്ന് ഈ ലെറ്റർ ബോക്സിൻ്റെ തന്നെയാണ് ലാൽ താവു എന്ന് പറയുന്നത്. ലാൽ എന്ന് പറഞ്ഞാൽ ചുവന്ന കളറാണ് ഈ ലെറ്റർ ബോക്സിനുള്ളത്. ലാൽ താവു ബോൽ റാം, ലാൽ താവു ആണ് പറയുന്നത്, ലെറ്റർ ബോക്സ് ആണ് പറയുന്നത്. ആപ് മേ സെ കിസി കോ അഗർ ഹമാരി ഇസ് പ്യാരി ബच्ची के पापा मिल जाए तो उन्हें जितनी जल्दी हो सके यहाँ ले आइएगा. आप में से किसी को, നിങ്ങളിൽ ആർക്കെങ്കിലും അഗർ ഹമാരി ഇസ് പ്യാരി ബच्चे പാപ്പ മിൽ ജായെ, ഈ ഞങ്ങളുടെ ഈ കുട്ടിയുടെ പാപ്പയെ നിങ്ങൾക്ക് കണ്ടു കിട്ടുകയാണെങ്കിൽ ഉനെ ജിത്നി ജൽദി ഹോ, എത്രയും പെട്ടെന്ന് തന്നെ ജൽദി ഹോ സക്കെ യഹാ ലേ ആയിയേക. അപ്പോൾ അവരെ ആ പപ്പയെ, ഈ പെൺകുട്ടിയുടെ പപ്പയെ കണ്ടു കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് പർദ ഗിർത്തായ, പർദ എന്ന് പറഞ്ഞാൽ കട്ടൻ വീഴുന്നു. അതായിരുന്നു അവിടെയാണ് നമ്മുടെ ഈ കഥ അവസാനിക്കുന്നത്. എഴുതിയത് വിജയ് ടെണ്ടുൽക്കർ എന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആ ഡ്രാമ, ആ നാടകം അവിടെ അവസാനിക്കുകയാണ്. ഇതായിരുന്നു പാപ്പ ഖോ ഗയേ എന്ന നാടകം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.